ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നോക്കാം. 2025 കാഫ നേഷൻസ് കപ്പ് വേദി 2025 കാഫ നേഷൻസ് കപ്പ് വേദിയാണ് താജിക്കിസ്ഥാൻ. കാഫ നേഷൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാഫ നേഷൻസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായിട്ടാണ് കാഫ നേഷൻ കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡിജി ലോക്കർ സംവിധാനം സാർവത്രികമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. പൗരന്മാരുടെ ആവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള സർക്കാർ സംവിധാനമാണ് ഡീഡ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ വേദി ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ നടന്ന വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഹിമാലയൻ കിങ്ഫിഷർ. 10 സ്വർണവും 3 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 18 മെഡൽ നേടി മധ്യപ്രദേശ് മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം മധ്യപ്രദേശ്. 3 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവും ചേർന്ന് 7 മെഡൽ നേടി കേരളം 3-ാം സ്ഥാനവുമാണ്. മധ്യപ്രദേശ് 1-ാം സ്ഥാനം, കേരളം 3-ാം സ്ഥാനവുമാണ്. എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമാറ്റഡ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിക്ക് നൽകിയിരിക്കുന്ന പേരാണ് കാത്തു. അടുത്തിടെ നിലവിലുള്ള GST സ്ലാബുകൾ മാറ്റം വരുത്തി. നിലവിൽ ഏതൊക്കെ GST സ്ലാബുകളാണുള്ളത്? 5%, 18%. 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ ഏറ്റവും സ്വാധീനമുള്ള പരിസ്ഥിതി പ്രവർത്തകൻ എന്ന അവാർഡ് നേടിയത് ഡോക്ടർ ആചാര്യ പ്രശാന്താണ്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ. താങ്ക് യു.